ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിക്ക് തുടക്കമായി. കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഹൊറൈസൺ മോട്ടോഴ്സിന്റെയും ആൻസൺ ചിറ്റ്സിന്റെയും സഹകരണത്തോടെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്ന അറിവ് പകരാൻ ആശ്രയമാകാം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത്. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കന്മാര് വിദ്യാഭ്യാസം ചെയ്യുകയും ഇന്ന് അറിവ് നേടാനായിട്ട് ഈ സമൂഹത്തിനെ വെളിച്ചമാക്കുവാൻ പ്രകാശമാക്കുവാൻ നിങ്ങളെ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞത് ഈ അറിവ് നേടാൻ നിങ്ങളെ കൂടുതൽ പ്രാപ്തമാക്കുവാൻ വേണ്ടി കൂടിയാണ് ഇന്ന് കട്ടപ്പന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ഇന്ന് നിങ്ങളെ സഹായ വസ്തുവുമായി വരുന്നത്. അന്നിങ്ങനെ സഹായിക്കാനുള്ള ആരുമില്ലായിരുന്നു, അങ്ങനെ ഇതിനുള്ള സാഹചര്യമില്ലായിരുന്നു, മനസ്സുമില്ലായിരുന്നു. പക്ഷെ ആ സാഹചര്യങ്ങൾ മാറി, മനസ്സ് മാറി, ഇവരുടെ കൂട്ടായ്മ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സഹായം 50 പേർ കഴിയുമ്പോൾ 100 രൂപ മുടക്കിയാൽ 50 പേര് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് 50,000 രൂപയായി മാറും. അങ്ങനെ ആ 100 രൂപ മുടക്കിയാൽ അല്ലെങ്കിൽ 500 പേര് മുടക്കിയാൽ രൂപ പഠിക്കുന്നതുകൊണ്ട് ആ ഒരു സഹായവും മനസ്സുമുള്ള ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്. കഴിഞ്ഞ 10 വർഷമായി ഹൈറേഞ്ച് മേഖലയിലെ 25 സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ ഇത്തവണ 35 സ്കൂളുകൾക്കാണ് സഹായം നൽകുക. സഹായം ആവശ്യമുള്ള കുട്ടികളെ അധ്യാപകർ തന്നെയാണ് കണ്ടെത്തുന്നത്. ഇതോടൊപ്പം കോഴിമല ബാലവാടി അങ്കണവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യും. അറിവ് പകരാൻ ആശ്രയമാകാൻ പദ്ധതിക്കായി ഇത്തവണ 2.5 ലക്ഷം രൂപയാണ് വിനിയോഗിക്കുന്നത്. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ KL സുരേഷ് കൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ ഷിനു മാനുവൽ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, എഡ്യൂക്കേഷണൽ ഫോറം ചെയർമാൻ JB ജോസഫ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു.